ഓ चले गए. മൊത്തത്തിലൊരു ദാരിദ്ര്യം ഉണ്ടോടാ? ദാരിദ്ര്യമല്ല, വിന്റേജ്. ആ ആ എന്താടാ ചെറുതെ? ബോക്സിംഗ് പഠിക്കണം. എല്ലാവർക്കും കൂടിയാ? അത് നന്നായി. അതെ, 1000 രൂപ അഡ്വാൻസും 500 രൂപ ഫീസും അടക്കേണ്ടി വരും. ഞാൻ പോവാ. ജോജോ അല്ലിക്ക എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ? ഞങ്ങള് പിള്ളേരല്ലേ. എന്ത് അമ്മത് കട മോനല്ലേ ഇറച്ചി? നമ്മുടെ പിള്ളേരാ, കുറച്ച് എല്ലാം നമ്മുടെ മക്കളെ. ഇപ്പൊ എന്താണ് ഒരു പണി? ഒരു 300 രൂപ അഡ്വാൻസും 150 രൂപ ഫീസും വെച്ച് അടക്കാൻ പറ്റും. EMI ഉണ്ടാ? ഉണ്ടല്ലോ, പക്ഷെ മാസത്തിൽ ഇൻസ്റ്റാൾമെന്റ്. എന്താടാ? അതെ യുമാർക്കേ പറയടാ. ബോക്സിംഗ് പഠിക്കണം. എന്തിന്? അല്ലിക്ക അടുത്ത വർഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും SD കോളേജിൽ സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ വേണം. അപ്പൊ അതിന് ഞങ്ങൾ എല്ലാവരും ബോക്സിംഗ് പഠിക്കാൻ തീരുമാനിച്ചു. അല്ലടാ? ഇക്കഥ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്തായിരുന്നു. ഗ്ലൗസ് ഒക്കെ എവിടെയാണ് വെച്ചേക്കുന്നത്? ഈ ഫാക്ടറിക്ക് ഒരു 50 റൗണ്ട്. ഈ ചെറിയ സ്ഥലല്ലേ, നിങ്ങൾ ഓടിക്കോ. അധികം ഉണ്ടാവില്ല, 50 റൗണ്ട് അല്ലേ? വേഗം തീർത്തേക്കാളാവാ. ये इसको बड़ी पड़ी है बॉक्सिंग के. 50 राउंड में तो इनकी हालत खराब हो जाएगी. उनको भी मोटिवेट कर रहा है. थक गए. हालत खराब हुई इनकी. अब तो बिल्कुल ताकत नहीं बची उनपे. 5 बच्चे हैं. अभी 5 राउंड दौड़े. ഇവന്മാര് രാത്രി ലൈറ്റും ഫാനും ഒക്കെ ഇട്ടിരുന്നിട്ട് മരുന്ന് വലിക്കണ്ടെന്നൊരു സംശയം ഉണ്ട് എനിക്ക്. നമ്മളെ കാണുമ്പോ ഒരു ബഹുമാനക്കുറവാണ് ഇവന്മാർക്കേ. പൊക്കമുള്ള എന്നാ ഇപ്പൊ എല്ലാരും വീട്ടിൽ പോക്കോ. कितना पसीना आ रहा था उनपे. നാളെ വരുമ്പോ എല്ലാരും സ്പോർട്സ് വെയർ കൊണ്ടുവരണം. എന്നിട്ട് ഇതിന് ഒരു 50 റൗണ്ടും കൂടി. कल फिर 50. അപ്പൊ നാളെ ഓട്ടം തന്നെയാ. ഇവിടെ തന്നെ നടക്കാം. आज फिट से. ഓടി കഴിഞ്ഞ നിങ്ങളെ പുറകോട്ട് എനിക്ക് ബോക്സിംഗ് വേണ്ട. നീ അങ്ങോട്ടേക്ക്, ഞാൻ വരാം. कुश्ती भी सिखाते हैं, बॉक्सिंग भी सिखाते हैं. ഞാൻ കുസ്തി പഠിക്കണേ. उसे कुश्ती आसान लग रहा है. कुश्ती भी तो टफ ही है. പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. എന്നെ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ബോക്സിംഗ് സ്റ്റാൻസ്. നമ്മുടെ വലത് കാല് കുറച്ച് ബാക്കിലോട്ട് വെച്ചിട്ട് അതിൽ ബലം കൊടുത്തേക്ക്. ഓക്കെ. ഇനി ഗാർഡ്. ഈ 2 കൈയും ഇങ്ങനെ ഫേസിനോട് ചേർത്ത് പിടിക്കുക. ഇതെന്തിനാണെന്നറിയാവോ? മുഖത്തിന് ടിടി കിട്ടായിരിക്കുക. ഈ കൈ എപ്പോൾ താഴുന്നോ അപ്പം മുഖത്തിന് ടിടി കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ? ഇങ്ങനെയല്ലടാ. ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്തോ. ശിവോ കാണിച്ചു. इसकी माँ क्या सोच रही? മമ്മി ആരെ പേടിപ്പിച്ച് മുതൽ ഇതൊന്നും പോരാ. ഈ സോയം ചമ്മന്തി ഒന്നും പോരാ. കുറച്ചുകൂടി പ്രോട്ടീൻ. നിനക്ക് പറ്റണ പണിക്ക് പോയാ പോരെ. ബോക്സിങ് അടുത്തുടായിപ്പോട്ട് വന്നേക്കോ. ഒരാൾ ഒരു നല്ല കാര്യം എപ്പോഴെങ്കിലും ഒരു നല്ല വാക്ക് വാടക ബോക്സിങ്. तब से यही सीख रहे. प्रैक्टिस की जरूरत होती है ना. എത്ര നാളായത്? 1 महीने से वही कर रहे हैं. ഒറ്റ മിനിറ്റ്.
സലീം കാ ഏ? വണ്ണ് പഠിച്ചു, ഇനി എന്താണ്? നോക്കിക്കോ. ടോ. സെയിം. 2 വണ്ടി വാട്ടു. വണ്ണൊരു മാസം, 2 2 മാസം. 2 के बाद 3. മെസ്സേജ് അയച്ചിട്ട് ഓൺലൈൻ ആയിട്ട് റിപ്ലൈ തരാത്തെ. അത് അങ്ങനെയല്ലോ. ഞാനിപ്പോ ബോക്സിംഗ് ട്രെയിനിങ് ഒക്കെ തുടങ്ങിയല്ലോ. നെക്സ്റ്റ് വീക്ക് ഞങ്ങക്ക് ഡിസ്ട്രിക്റ്റ് ആണ്. डिस्ट्रिक्ट लेवल के मैच में 1-2 ही कर रहा है. സോറി, അല്ലാതെ ഞാൻ അങ്ങനെ ചെയ്യോ? അപ്പോ ഇപ്പൊ ജോജോയ്ക്ക് ഒരാളെ ഇടിച്ചിടാൻ പറ്റുമോ? ഇടിക്കാനൊക്കെ പണ്ടേ പറ്റുമായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടി ടെക്നിക്കലാണ്. ആ തത്തിസുനീനെ ഇടിക്കാൻ പറ്റുമോ? ഡീജെ, നീ അവനൊന്ന് നോക്കിയേ. നേരെ ചെന്ന അവന്റെ റൈറ്റ് സൈഡിൽ ഒരു 1ഉം ലെഫ്റ്റ് സൈഡിൽ ഒരു 2ഉം കൊടുത്താ അവൻ നേരെ വെള്ളത്തിൽ കിടക്കും. ചെയ്യട്ടെ? सही में जा रहा है. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. जाएगा थोड़ा. ഇപ്പൊ ഞാൻ അവൻ ഇടിച്ച് വെള്ളത്തിലിട്ട അത് കേസാവും. അല്ലെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. അത് ചിലപ്പോ നിന്റെ പപ്പയറി നിന്റെ ഫോൺ മേടിച്ചു വെക്കും, ലാപ്ടോപ്പ് മേടിച്ചു വെക്കും, ചിലപ്പോ ട്യൂഷന് പോലും. कितना चालू है? എന്നാ വേണ്ട आपका तो बैटरी जाने दो. വേണ്ട ജോജോ പ്ലീസ് വേണ്ട. ഞാൻ പൊട്ടിച്ചിട്ട് വരട്ടാ. ജോജോ ജോജോ പഠിക്കുന്നത് കിക്ക് ബോക്സിംഗ് ആണോ അതോ നോർമൽ ബോക്സിംഗ് ആണോ? അല്ല, അതിപ്പോ ബോക്സിംഗിൽ ആകെ ഒരു ബോക്സിംഗ് അല്ലേ ഉള്ളൂ, അല്ലടാ? वही सीख रहा है 1 2. ഞാൻ പിന്നെ ഇതൊന്നും കണക്കിലെടുക്കാറില്ല. റിങ് കയറി അടിച്ച് പൊളിക്കാന്നുള്ള മൂടാണ്. എന്നാ ശരി, see you tomorrow. അപ്പൊ see you. Bye. हाँ बा ये भी इसकी फ्रेंड है ना? जो वही कर रहे हैं अभी 1 2 1 2. जो जो कोच तो नहीं है इनका. ये भी कोच ही शायद. നിങ്ങൾക്ക് ഏതാ മനസ്സിലായോ? ആന്റണി ജോഷുവ നാഷണൽ ലെവലിൽ കളിച്ചിട്ടുള്ള പ്ലെയറാ. अच्छा. ഇപ്പൊ സൗത്ത് ഏഷ്യക്ക് വേണ്ടി കളിക്കാൻ വേണ്ടിട്ട് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കും. എല്ലാത്തിന്റെ തുടക്കം നമ്മുടെ ജിങ്കാനെന്നാ, അല്ലടാ? ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പ് ഒക്കെ അടുത്ത് വരികയല്ലേ. ഇനി കുറച്ച് നാള് നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് वो अच्छा. ट्रेनर. ഇവനെ നിർത്തിക്കൊണ്ട് പറയല്ല, മിടുക്കന. ഇവനെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണെന്നേ എനിക്ക് പറയാനുള്ളൂ, അല്ലടാ ജോഷുവ? कुछ बोलता नहीं. നിനക്ക് അവരോട് എന്താ പറയാനുള്ളത് വെച്ചാൽ പറഞ്ഞിട്ടോ. എനിക്കവിടെ ഗുസ്തി കോച്ചിങ് ഉണ്ട്. ये तो बहुत खड़ूसा लग रहा है. നീയൊക്കെ എത്ര നാളായടാ ബോക്സിംഗ് പഠിക്കാൻ തുടങ്ങിയിട്ട്? ഒരാഴ്ച, ഒരു മാസം, 2 ആഴ്ച. कुछ एक महीने वाले ഈ हैं. കോലത്തിലാണ് एक हफ्ते वाले. हाँ उनकी फिटनेस नहीं है बिल्कुल भी. ഷൂ ഇല്ല. अच्छा चप्पल पहन क्या रखे हैं. നീ ഒന്നും ഇതുവരെ ബോക്സിംഗ് ഗ്ലൗ ഇട്ടിട്ടില്ലല്ലോ? ഇല്ല. വാടാ. ग्लव्स दे रहा साथ में. निकाल दे उसने ग्लव्स. धूल जमीन में. നീ ഇതിട്ടിട്ട് വാ. ആ പെട്ടെന്ന്. खुश हो गया. ये तो चाहता तो पहले दिन ही नहीं कर रहा था. ग्लव्स का है. ഒന്നിടിച്ചേ. ഇതാണോടാ നിന്റെ ഒക്കെ പഞ്ച്? ഒന്ന് ആരോഗ്യത്തോടെ ഇടിക്കടാ. ചെയ്യാൻ പറയുമ്പോ വെറുതെ കൈവീശിടിക്കലല്ല. വേൾഡിലെ ഏറ്റവും പവർഫുൾ പഞ്ച് ഒരു ബോക്സറുടേതാണ്. അത് വെറുതെ ഉണ്ടാവുന്നതല്ല. നിങ്ങളൊക്കെ സ്പീഡ്, ടൈമിങ്, വെയിറ്റ് ഡെലിവറി അതെല്ലാം വരണം. നീ ഒന്ന് ബോക്സിംഗ് സ്റ്റാൻസിൽ നിന്ന് ചിണ്ടാവും. നിന്റെ ലെഗ്, ഹിപ്പ് സെയിം ടൈം റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ. അതേ സമയം പഞ്ച് കണക്ട് ചെയ്യണം. ഓക്കെ ഓക്കെ. ഒന്ന് ബോഡി ടേൺ ചെയ്ത് ഫുൾ പവർ, ഫുൾ. नीचे गिर गया. तोड़ दिया सीधे. सब शॉक हो गए. खुश हो गया. उनसे काम करवा दो. रिंग बना रहे हैं ना.
उसी को पटक दिया उसने। ये कुश्ती में चला गया था ना शायद। हाँ എടാ ജോർജ് ഞാൻ ബോക്സില്ലേട്ടാ, ഇതുപോലെ പത്രത്തിലൊക്കെ ഫോട്ടോ തന്നെ അശ്വറ പോന്നു. നമ്മളെല്ലാവരും ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. അതിന് ഞാൻ എന്തിനാ പറഞ്ഞ ഞാൻ പാസ്സായില്ലേ. ഷാനു എടാ എനിക്ക് ബോക്സിങ് അറിഞ്ഞൂടാ. നിനക്ക് नहीं करना है 1 to us। या तो वो भी यार कि अपने पापा के साथ वो लड़की जिसको स्टॉक करता रहता है, उसके सामने उसकी बेइज्जती ना हो जाए। नहीं वही लड़की है कि हाँ। कोई और है? वही है तो नहीं कोई और है शायद। कोई और है। ഹായ് ഹലോ ജോജോ. कोई और है। हाँ നട്ടാഷ ആ ബ്യൂട്ടി. ആകാശിക്ക് ചോര കണ്ട പേടിയുണ്ടോ? കുറച്ച് കഴിഞ്ഞ മാച്ച് ഉണ്ട്. ഞാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. ബി മൈ ഗസ്റ്റ്. ജോജോ ദേ നിക്ക്. കോഴിയാണോ അതോ കോമഡി ആണോ? वो लड़की भी आ गई ना। ബോക്സർ. ये उसकी फ्रेंड है। सारे बच्चों को करवा रहे। ഹായ് ഹലോ. जी कौन है? ഇത് കസിൻസ് ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് यही तो है वो अच्छा लड़की। ये वो लड़की ना। हाँ। हाँ। इसने इसके भाई ने कहाँ सीखी बॉक्सिंग ने? ये था इनके साथ ट्रेनिंग में। हाँ ट्रेनिंग में था वो। അതറിയേണ്ട ബോത്തടിച്ച്. എടാ നീ എന്താ ഇരിക്കാതെ? അതിനറിയേണ്ടത്. मुझे नहीं आता। उसने उसे बात नहीं किया। जीत गया। लड़कियों को भी हो रहा है ना। ആറുള്ള എന്റെ ഹൃദയം കമ്പിലൂടാ. कितना पे आता है इसका दिल। ये है ना पुरानी खिलाड़ी जिन टाइम हो गया होगा ना सीखते हुए। जीत गया ये भी। मिल गया सा मेडल। न्यूज़पेपर में आई उनकी फोटो। ഹായ്. താങ്ക് യു. നിന്നെ പിന്നെ അവിടെ കണ്ടില്ലല്ലോ. ഞാൻ എന്തോരം നോക്കി. ആണോ? ആ പിന്നെ പാർട്ടി വെക്കാം. നീ എപ്പോഴാന്ന് പറഞ്ഞാൽ മതി. ഗേൾ ഫ്രണ്ടാ പെണ്ണാ? അതൊന്നും പറ്റൂല, മമ്മി ചീത്ത പറയും. എടാ ഇപ്പൊ പാർട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണോ അല്ലേ? പിന്നെ നമ്മൾ എത്ര നാള് നമ്മളുടെ എന്റെ മുഖം കണ്ടുകൊണ്ടിരിക്കും. ഗേൾസ് എല്ലാം മറ്റേ എന്റെ അനുപമ കെസിയും കുട്ടി വരുന്നുണ്ട്. ഷാനു പ്ലീസ് ഇതൊക്കെ നേരത്തെ പറയാൻ ചന്ദ്ര. എടാ അതിനൊരു സമയവും സന്ദർഭമൊക്കെ ഒരുമിക്കുമ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലേടാ? പിന്നല്ലാതെ आगे वो ഒരു വണ്ടി എത്തി. ഇറ്റ്സ് പാർട്ടി ടൈം. വാട മക്കളെ. ആൽബിയുടെ ഗേൾ ഫ്രണ്ട് അല്ലേ? അവനാടാ പോരാളി. കേറി വാട മുത്തേ. പുഷ്പനായിട്ടുണ്ടല്ലോ. आगे भी। जो वही लड़की ना। എല്ലാവരും ശ്രദ്ധിക്കുക. ആലപ്പുഴ ചാമ്പ്യന്മാരായ നമ്മുടെ ചാമ്പ്യൻസ് ആഘോഷം ഇതവിടെ തുടങ്ങുകയെ. किसके साथ करेंगे दोनों? നമുക്കൊരു സെൽഫി എടുത്താലോ? വേണ്ട, നമുക്കിത് എടുക്കാം. അതെ, ഞാൻ ഈ വീടൊക്കെ ഒന്ന് ചുറ്റി കാണിക്കട്ടെ.
പോവാം. എന്നാ വാ, പോ. ഓക്കെ. ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ. മൊത്തത്തിലൊരു ഇക്കോ ഫ്രണ്ട്ലി വീടാണ്. ഹോം ടൂറാ. പോടാ ഒരു ഡിജയുടെ അപ്പൻ എന്റെ പപ്പനെ പറ്റിച്ചുണ്ടാക്കിയ ഈ വീടും സ്ഥലവും. ശരിക്കും ആ അവര് കസിൻസ് ആണല്ലോ. कजिन है उसका वो ഞങ്ങളുടെ വീട് തന്നെ. तभी അത് ബാൽക്കണിയാണോ? ആ അത് ബാൽക്കണിയാ. അയ്യോ അങ്ങോട്ടേക്ക് പോണ്ട. ഓ फोटो खिंच पा रही. इसके मम्मी पापा कमरा तो नहीं गई? नहीं कहीं इसके दोस्त से करते नहीं? दोस्त का घर है तो ഏ? ആ, എന്ത് കിസ്സ? ഫ്രഞ്ച്, ബട്ടർഫ്ലൈ, എസ്കിമോ, ആ. ഹിക്കി, വാമ്പയർ, സിംഗിൾ, ഏഞ്ചൽ. അല്ലെങ്കിൽ വേണ്ട. Let it be a surprise. I'm excited. Me too. I'm ready. ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ. എന്നെ കൊണ്ട് പറ്റുമെന്നോന്നുള്ള എനിക്ക് പ്രഷറായി കഴിഞ്ഞാൽ ഞാൻ സ്റ്റക്കാവും. താഴെ പോയാലോ? എന്താ അഭിപ്രായം? ആ പോവാം. ആ വാ. ദേ. അറിയായിരുന്നു. എന്താ? മുകളിൽ മൊത്തം കോമഡി ആയിരുന്നു. എന്ത് പറ്റി? ഞാൻ പറയാം. മമ്മി വിളിച്ചു, അത്യാവശ്യമായിട്ട് പോണം. Are you sure? I'm sure. അപ്പൊ ശരി. ശരി, കാണാം. Hope you enjoy the party. ആ പിന്നെ See you. see you. किसका मैसेज है? ब्रेकअप? നന്നായിട്ട് കിസ് ചെയ്യാൻ അറിയുന്ന ഒരു ബോയ് ഫ്രണ്ട് വേണമെന്നാ ജോജോ എന്റെ ആഗ്രഹം. നമ്മള് സെറ്റ്. अरे तभी तो चली गई थी फटाफट. ब्रेकअप हो गया होंगे. ജോജോ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? നിനക്ക് എന്തൊക്കെ കഴിവുള്ള ഒരു ബോയ് ഫ്രണ്ട് വേണമെന്നാണ്? उससे पूछा. എടാ എനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പോൾ ഈ വെള്ളയപ്പം ഒന്ന് ശരിയാവാനാണ്. അപ്പോൾ നീ കുറച്ച് കഴിഞ്ഞിട്ട് എന്നെ വിളിക്ക് കേട്ടോ.